അത് വണ്ടി മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. കാരണം ബാക്ക് സ്ലിപ്പ് ചെയ്യാനായിട്ടും ഫ്രണ്ട് വീലിൽ നല്ലൊരു ചെറിയ കട്ടിയായ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ അത് കയറി പിടിക്കും. അങ്ങനെ പുറവും ബാക്കും പിടിച്ച് ഈ ജീപ്പ് മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ ഇപ്പോൾ ഒരു ഓഫ് റോഡിൽ പോകാൻ നമ്മൾ തയ്യാറാണ്. നമ്മളുടെ ഒരു ജീപ്പ്, ഒരു 4 വീലുള്ള ഒരു ജീപ്പ് തയ്യാറാണ്. ആ ജീപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയറാണ്, ആ ജീപ്പിൽ എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ജീപ്പ് ഏത് തരത്തിൽ ടെക്നിക്കലി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പം വൺ മെയിൻ തിങ് നമ്മുടെ ജീപ്പിന്റെ ചെറിയ ഐറ്റംസ് ലൈക്ക് ഫാൻ ബെൽറ്റ്, റേഡിയേറ്റർ ഹോൾ, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ പോകാറുള്ളത്. ഇതെല്ലാം ചെറിയ സ്പേസിങ്ങിനത്തെ നമ്മൾ കരുതിയിരിക്കണം. അത് കൂടാതെ ജീപ്പിൽ വളരെ മാൻഡേറ്ററി ആണ് ഫ്രണ്ട് ടോ ചെയ്യാനായിട്ടുള്ള ഹുക്സ് വേണം. ഇതുണ്ടെങ്കിൽ എങ്ങാനും എവിടെയെങ്കിലും വെച്ച് നമുക്ക് ജീപ്പ് കയറാൻ പറ്റില്ലെങ്കിൽ ഫ്രണ്ടിൽ പോയ വണ്ടി ഇത് വെച്ച് അത് വലിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ടോ ഹുക്സിന്റെ വളരെ ആവശ്യമാണ്. അത് കൂടാതെ നമ്മൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്പേഡ് കാണാം. ഇത് ആക്ച്വലി ഷോയ്ക്ക് വേണ്ടിയുള്ള സ്പേഡ് അല്ല. ഈ സ്പേഡ് എന്തിനാണെന്ന് വെച്ചാൽ ചിലർക്ക് മണ്ണ് താന്നു പോകുമ്പോഴത്തേക്കിന് നമുക്കത് കുഴിച്ച് മണ്ണെടുത്തിടാനും മണ്ണ് മാറ്റാനായിട്ടും ഒക്കെ ഈ സ്പേഡ് ഉപകരിക്കും. സ്പേഡുണ്ട്, പിന്നെ അതുപോലെ ചെറിയ കോടാലിയുണ്ട്, ചെറിയ ട്വിഗ്സോ അതുപോലത്തെ ഇതെല്ലാം നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാനൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ മെയിൻ ഒരു ആവശ്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോഴത്തേക്കും ഒരു വിഞ്ച് വളരെ അത്യാവശ്യമാണ്. ഒരു എല്ലാ വണ്ടിക്കും ഇല്ലെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 വെഹിക്കിൾസിന് വിഞ്ച് വേണം. ഇത്തരത്തിൽ ഒരു ഓഫ് റോഡിന് സജ്ജമാക്കിയ 5 ജീപ്പുകളിലായി, അതായത് 42 മുതൽ 2003 വരെയുള്ള 5 ജീപ്പുകളിലായി ഒരു പഴയ ഡാമിന്റെ സൈഡിലേക്കാണ് ഒരു യാത്ര. വളരെ നാളുകളായി ഈ റോഡിലൂടെ വാഹനങ്ങൾ ഓടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു 4 വീൽ ജീപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. 5 ജീപ്പുകളിലായി പുളിയൻമലയിലെ കളരിക്കൽ എസ്റ്റേറ്റിൽ നിന്നും യാത്ര തിരിച്ചു ഉച്ചയോടെ മൂന്നാറിലെത്തി. സാധാരണ കാർ ചെയ്ത വഴിയിലൂടെയായിരുന്നു യാത്ര.